ദാവീദ് തൻ്റെ പ്രിയങ്കരമായ സങ്കീർത്തനത്തിൽ തൻ്റെ ആ മനോഹരമായ വീണ ഉപയോഗിച്ച്, കിന്നരം ഉപയോഗിച്ച് താൻ പാടിയ കവിതയിൽ താൻ പറഞ്ഞതെന്താ? ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, അല്ല, ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണ്. PS തമ്പാൻ എന്ന ഈ എളിയവൻ പറയട്ടെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഈ ഉലകമുണ്ടാകുന്നതിന് മുമ്പ് ദൈവം എൻ്റെ ജീവചരിത്രം എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമ്മയുടെ ഗർഭാശയത്തിലേക്ക് എന്നെ വിട്ടത്, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് എന്നെ വിട്ടത്. ഇന്നു വരെ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ആ പുസ്തകത്തിൽ എഴുതി വെച്ചതനുസരിച്ചാണ്. എൻ്റെ മരണം വരെയുള്ള എൻ്റെ ജീവിതം ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതെൻ്റെ കാര്യം മാത്രമല്ല, ഉലകത്തിൽ ആദാം മുതൽ ഭൂമിയിൽ പിറന്നിട്ടുള്ള സകല മനുഷ്യരുടെയും പേര് വെച്ച് ദൈവം എഴുതി വച്ചിരിക്കുന്ന ജീവചരിത്ര പുസ്തകമുണ്ട്. എൻ്റെ ജീവചരിത്രത്തിൽ ദൈവം എഴുതി വച്ചിരുന്ന ഒരു കാര്യമാണ് എന്ത്? ഞാൻ പ്രേഷിതനായി തീരണം എന്നുള്ളത്, ഞാൻ സുവിശേഷകനായി മാറണം എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. സ്നേഹിതരെ, ഞാൻ വളരെ വളരെ ആത്മസംതൃപ്തിയോടും സന്തോഷത്തോടും അതിലുപരി ആത്മീക ആനന്ദത്തോടും കൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കട്ടെ. എൻ്റെ വിളി അനിതര സാധാരണമായൊരു വിളിയായിരുന്നു. ദൈവം എന്നെ വിളിച്ചിരുന്നു എന്നുള്ളത് തൻ്റെ നിർണയമാണ്. അത് തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കാര്യമാണ്. ദൈവം എന്നെ നിയമിച്ചു, അപ്പോയിൻ്റ് ചെയ്തു, നിയമിച്ചു എന്നുള്ളത് തൻ്റെ പുസ്തകത്തിലും തൻ്റെ ഹൃദയത്തിലും കുറിച്ചു വെച്ച കാര്യമാണ്. ദൈവം എനിക്കൊരു ശുശ്രൂഷ അസൈൻ ചെയ്തിരുന്നു എന്നുള്ളത് തൻ്റെ പുസ്തകത്തിലുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് അത് അജ്ഞാതമായിരുന്നു, എനിക്ക് അത് അറിയില്ലായിരുന്നു. ഓരോ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, നമ്മൾക്കറിയില്ല. പക്ഷേ ദൈവം നമ്മളെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിടുമ്പോൾ, ആ പ്രത്യേക വ്യക്തിയിലേക്ക് നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ചത്, ദൈവത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന്. ദൈവം ഓരോരുത്തരെയും തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത് പ്രത്യേക നിയോഗം അനുസരിച്ചാണ്.